ഹായ്. ഈ കഴിഞ്ഞ ശനിയാഴ്ച PSC നടത്തിയ CPO WCOPയുടെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും റിലേറ്റഡ് ഫാക്ട്സും നോക്കിപ്പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, മഹത്തായ കുതിച്ചുചാട്ടം എന്ന പദ്ധതി ചൈനയിൽ ആരംഭിച്ചത് ആരാണ്? ആൻസർ സി ആണ്, മാവോ സേതുങ്. മഹത്തായ കുതിച്ചുചാട്ടം അല്ലെ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് 1958 1962 വരെ ചൈനയിൽ നടപ്പിലാക്കിയ ഈ സാമൂഹിക പദ്ധതി കൃഷിയിലും വ്യവസായത്തിലും അതിവേഗം പുരോഗതി കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ആരംഭിച്ചത്. കൃഷിഭൂമികളെല്ലാം കൂട്ടിച്ചേർത്ത് വൻകിട കമ്മ്യൂണുകൾ രൂപീകരിച്ചു. ആളുകൾ ഒന്നിച്ച് കൃഷി ചെയ്യുകയും വീടുകളുടെ പിന്നാമ്പുറങ്ങളിൽ പോലും ചെറുകിട ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ കടുത്ത വരൾച്ചയും ആസൂത്രണ പിഴവും കാരണം ഈ പദ്ധതി പരാജയപ്പെട്ടു. എന്നാൽ ഈ പദ്ധതി സ്റ്റാർട്ട് ചെയ്തത് മാവോ സേതുങ് ആണ് 1958 1962 ചൈനയിൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർക്കെതിരായി 1857 ഇന്ത്യയിൽ നടന്ന കലാപവുമായി ബന്ധപ്പെട്ട് റിലീഫ് ഓഫ് ലക്നൗ എന്ന ചിത്രം വരച്ചത് ആരാണ്? ആൻസർ എ ആണ്, തോമസ് ജോൺ ബാർക്കർ. അങ്ങനെയാണെങ്കിൽ അതേപോലത്തെ ഒരു ചിത്രം തന്നെയാണ് ഇൻ മെമ്മോറിയം. ഇതും 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട ചിത്രമാണ്. ഇൻ മെമ്മോറിയം വരച്ചത് ജോസഫ് നോയൽ പാറ്റേൺ ആണ്. എന്നാൽ ബാർക്കർ വരച്ച ചിത്രം എന്ന് പറയുന്നത് റിലീഫ് ഓഫ് ലക്നൗ. 3, കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല. ആൻസർ ഡി ആണ്, മലബാർ. കൊച്ചിയും തിരുവിതാംകൂറും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച നാട്ടുരാജ്യങ്ങളായിരുന്നപ്പോൾ മലബാർ പ്രദേശം മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായി ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിൽ കീഴിലായി. ടിപ്പു സുൽത്താനുമായിട്ടുള്ള മൈസൂർ യുദ്ധശേഷം 1792 ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. ശേഷം അങ്ങനെ മലബാർ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായി. പിന്നീട് ഇത് മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമാക്കി മാറ്റി ബ്രിട്ടീഷുകാർ തന്നെ നേരിട്ട് ഭരിച്ചു. 4, ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ പ്രമേയം തയ്യാറാക്കിയതാര്? അത് ആൻസർ സിക്കന്ദർ ഹയാത്ത് ഖാനാണ്. അതായത് ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട് 1940 മുസ്ലിം ലീഗിൻ്റെ ലാഹോർ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയമായിരുന്നു പാകിസ്ഥാൻ പ്രമേയം. ഈ പാകിസ്ഥാൻ പ്രമേയം തയ്യാറാക്കിയത് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ചെയ്തത് പഞ്ചാബ് പ്രീമിയർ ആയിരുന്ന സർ സിക്കന്ദർ ഹയാത്ത് ഖാനാണ്. അതായത് പ്രമേയം നിർമ്മിച്ചത് സിക്കന്ദർ ഹയാത്ത് ഖാനാണ്. പിന്നെ 1940 മുസ്ലിം ലീഗിൻ്റെ ലാഹോർ സമ്മേളനത്തിൽ ഈ പാകിസ്ഥാൻ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ഫസലുൽ ഹക്കാണ്. അപ്പോൾ തയ്യാറാക്കിയത് ഹയാത്ത് ഖാനും അവതരിപ്പിച്ചത് ഫസലുൽ ഹക്കുമാണ്. ഇനി പാകിസ്ഥാൻ എന്ന പേര് ആദ്യമായി നിർദ്ദേശിച്ച വ്യക്തിയാണ് ചൗധരി റഹ്മത്ത് അലി. ചൗധരി റഹ്മത്ത് അലിയാണ് പാകിസ്ഥാൻ എന്ന പേര് ആദ്യമായിട്ട് നിർദ്ദേശിച്ചത്. കവി മുഹമ്മദ് ഇക്ബാലാണ് മുസ്ലിങ്ങൾക്കായി പ്രത്യേക വടക്ക് പടിഞ്ഞാറൻ പ്രദേശം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. പിന്നെ പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മുഹമ്മദ് അലി ജിന്ന. 5ാമത്തെ ക്വസ്റ്റ്യൻ, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട വർഷം. ആൻസർ 1921 1921 റഷ്യൻ വിപ്ലവത്തിൻ്റെ വിജയത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് 1917 റഷ്യൻ വിപ്ലവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് 1921 ഷാങ്ഹായിൽ വെച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രധാന ചരിത്രം എന്ന് പറയുന്നത് 1934 മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള ലോങ് മാർച്ചാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിൽ വന്നതിന് ശേഷം നടത്തിയ ഒരു ചരിത്രപ്രധാനമായ സംഭവം. 6ാമത്തെ ക്വസ്റ്റ്യൻ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ത്രിവർണ്ണ പതാക എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക എവിടെയാണ് സ്ഥാപിച്ചത്? ഈ ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ആൻസർ ആൻഡമാൻ നിക്കോബാർ ആണ്. പക്ഷെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വേണ്ടിയിരുന്നതെന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ കടലിനടിയിൽ ഉള്ള ഏറ്റവും വലിയ ത്രിവർണ്ണ പതാക, ലോകത്തിലെ കടലിനടിയിലെ ഏറ്റവും വലിയ ത്രിവർണ്ണ പതാക എന്ന റെക്കോർഡാണ് ഇന്ത്യയിലെ ആൻഡമാൻ നിക്കോബാറിൽ സ്ഥാപിച്ച പതാക നേടിയത്. സ്വരാജ് ദ്വീപിലെ ഹാവ്ലോക്ക് ഐലൻഡ്, അതായത് സ്വരാജ് ദ്വീപിൻ്റെ പുതിയ പേരാണ് ഹാവ്ലോക്ക് ഐലൻഡ്. അവിടെ രാധാനഗർ ബീച്ചിന് സമീപമാണ് ഈ പതാക സ്ഥാപിച്ചത്. അതായത് ആൻഡമാൻ നിക്കോബാർ ഭരണകൂടവും തദ്ദേശീയ സ്കൂബ ഡ്രൈവർമാരുടെ സഹായത്തോടെ സ്വരാജ് ദ്വീപിലെ ഹാവ്ലോക്ക് ഐലൻഡിൽ രാധാനഗർ ബീച്ചിന് സമീപം കടലിനടിയിൽ ഏറ്റവും വലിയ ത്രിവർണ്ണ പതാക വിജയകരമായി വിടർത്തി ഗിന്നസ് റെക്കോർഡ് നേടിയിട്ടുണ്ട്. മെയ് 2 2026
ഈ ഒരു പതാക സ്ഥാപിച്ചത്. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 60 മീറ്ററും വീതി എന്ന് പറയുന്നത് 40 മീറ്ററുമാണ്. എന്നാൽ ഖാദി തുണിയിൽ നിർമ്മിച്ച് കരയിൽ സ്ഥാപിച്ച ഏറ്റവും വലിയ ദേശീയ പതാക ഇന്ത്യൻ സൈന്യത്തിൻ്റെ ലഡാക്കിലെ ലേയിൽ ഉയർത്തിയ പതാകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 7. സ്മാർട്ട് സിറ്റി ദൗത്യത്തിൻ്റെ ലക്ഷ്യം. ആൻസർ ബി ആണ്, ശുചിത്വവും സുസ്ഥിരവുമായ ചുറ്റുപാട്. ഇന്ത്യയിലെ നഗരങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും പൗരന്മാർക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കാനും വേണ്ടിയിട്ട് 2015 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്മാർട്ട് സിറ്റി പദ്ധതി. ഇവിടെ എന്തൊക്കെ വരണം? മെച്ചപ്പെട്ട ജലവൈദ്യുത വിതരണം, നഗരങ്ങളിൽ മെച്ചപ്പെട്ട ജലവൈദ്യുത വിതരണം, കാര്യക്ഷമമായ പൊതുഗതാഗതം, വിവര സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, സുരക്ഷിതത്തോടൊപ്പം ശുചിത്വവും സുസ്ഥിരമായ ഒരു ചുറ്റുപാടും സൃഷ്ടിക്കുക എന്നതാണ് ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അതിൽ ഇവിടെ പറഞ്ഞതിൽ അന്താരാഷ്ട്ര കയറ്റുമതി ഇറക്കുമതി പ്രവർത്തന ഏകോപനം ഇതിൽ വരില്ല സ്മാർട്ട് സിറ്റിയിൽ. അതുകൊണ്ട് തന്നെ ശുചിത്വപൂർണ്ണവും സുസ്ഥിരവുമായ ചുറ്റുപാട് എന്ന് പറയുന്നത് ദൗത്യത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമായതുകൊണ്ട് ആൻസർ എ ആയിട്ട് പരിഗണിക്കുന്നു. ഉത്തരേന്ത്യയിലെ ഖാരിഫ് കാലത്തും ദക്ഷിണേന്ത്യയിൽ റാബി കാലത്തും കൃഷി ചെയ്യുന്ന ഒരു വിളയാണ്. ആൻസർ ബി ആണ്, നിലക്കടല. ഇന്ത്യയിലെ കാർഷിക കലണ്ടർ പ്രകാരം ഖാരിഫ് മഴക്കാലവും റാബി ശീതകാലവുമാണ്. ഉത്തരേന്ത്യയിൽ മൺസൂൺ കാലത്ത്, അതായത് ജൂൺ ടു ഒക്ടോബറിൽ പ്രധാനമായും ഖാരിഫ് വിളയായി കൃഷി ചെയ്യുന്ന ഒന്നാണ് നിലക്കടല. എന്നാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ശൈത്യകാലത്ത് നവംബർ ടു ഡിസംബർ ഇതിനെ ഒരു റാബി വിളയായും വൻതോതിൽ കൃഷി ചെയ്യാറുണ്ട്. എള്ളും ഇത്തരത്തിൽ ഉത്തരേന്ത്യയിൽ ഖാരിഫും ദക്ഷിണേന്ത്യയിൽ റാബിയുമായിട്ട് കൃഷി ചെയ്യാറുണ്ട്. ഇനി നമുക്ക് ഖാരിഫ് റാബി സെയ്തിൻ്റെ കാലഘട്ടം മാസങ്ങൾ പറയാം. ഖാരിഫ് എന്ന് പറയുന്നത് ജൂൺ ടു ഒക്ടോബർ, അതായത് മൺസൂൺ കാലം കൃഷി ചെയ്യുന്നതാണ്. നെല്ല്, നിലക്കടല, ചോളം, പരുത്തി, കരിമ്പ് എന്നിവയാണ് മഴ കൂടുതൽ ആവശ്യമുള്ള വിളകളാണ്. ഇനി റാബി എന്ന് പറയുന്നത് നവംബർ ടു മാർച്ചാണ്. ശീതകാലത്ത് കൃഷി ചെയ്യുന്നു. ഗോതമ്പ്, കടുക്, ബാർലി, പയറുവർഗ്ഗങ്ങളാണ്. ഇവിടെ തണുപ്പാണ് കൂടുതൽ ആവശ്യം. ദെൻ സെയ്ത് എന്ന് പറയുന്നത് വേനൽക്കാലം കൃഷി ചെയ്യുന്നതാണ്. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, അതായത് വേനൽക്കാലം വരെ, മൺസൂൺ തുടങ്ങുന്നത് വരെ കൃഷി ചെയ്യുന്നതാണ് സെയ്ത്. തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറി. 9. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൻ്റെ ശരാശരി സാന്ദ്രത. ആൻസർ എ ആണ്, 2.7 ഗ്രാം പെർ ഘന സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 2.7ഉം ഭൂമിയുടെ കടൽ ഭൂവൽക്കത്തിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് സമുദ്ര ഭൂവൽക്കം 3 ആണ്, 3 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബും. 10. ഹിമാലയ പർവ്വത നിരകൾക്കിടയിലെ ഇന്ത്യൻ ഫലകാതിരെ ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ഏത് തരമാണ്? വൻകര സംയോജനമാണ്. ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിയിടിച്ചാണ് ഈ ഫലകാതിര ഉണ്ടായിട്ടുള്ളത്. രണ്ട് വൻകര ഫലകങ്ങളും സാന്ദ്രത ഏകദേശം തുല്യമായതിനാൽ അവയിലൊന്നും ഭൂമിയുടെ ഉള്ളിലേക്ക് താഴ്ന്നു പോയില്ല. പകരം അവയ്ക്കിടയിലുണ്ടായിരുന്ന തെരീസ് കടലിൻ്റെ അടിത്തട്ട് മുകളിലേക്ക് മടങ്ങി ഉയരുകയാണ് ഉണ്ടായത്. ഇങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മടക്കു പർവ്വതനിരയായ ഹിമാലയം രൂപപ്പെട്ടത്. 11. താഴെ പറയുന്നതിൽ ഒപ്പക്കിൻ്റെ അംഗരാജ്യമല്ലാത്തത്. ആൻസർ ചെയ്യാണ്, അമേരിക്കൻ ഐക്യനാടുകളാണ്. ഒപ്പക്ക് എന്ന് പറയുന്നത് 1960 രൂപീകരിച്ചത്. ഓർഗനൈസേഷൻ ഓഫ് ദ പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് ആണ്. ഇപ്പോൾ 11 മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. UAE ഇപ്പോൾ റീസെൻ്റ് കറണ്ട് അഫെയർ ആണ്. UAE സംഘടനയിൽ നിന്നും ഇപ്പോഴത്താണ് പിന്മാറിയത്. 1960 5 രാജ്യങ്ങളാണ് നിർമ്മിച്ചത്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, സൗദി അറേബ്യ, വെനസ്വേല. എന്നാൽ ഇപ്പോൾ നിലവിൽ 11 മെമ്പേഴ്സാണ് ഉള്ളത്. UAE പോയതിന് ശേഷമാണ് 11. 12. അകാൽ, ത്രികാൽ, ജൽകാൽ എന്നീ പദങ്ങൾ ഏത് പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ എ ആണ്, വരൾച്ച. രാജസ്ഥാനിലും മറ്റു മരുഭൂമി പ്രദേശങ്ങളിലും കടുത്ത വരൾച്ച സാഹചര്യങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പരമ്പരാഗത പദങ്ങളാണിവ. അകാൽ എന്നാൽ ധാന്യങ്ങളുടെ ദൗർലഭ്യം അല്ലെങ്കിൽ ഭക്ഷണക്ഷാമം അതായത് അകാൽ. ജൽകാൽ എന്നാൽ ജലക്ഷാമമാണ്. എന്നാൽ ത്രികാൽ എന്ന് വെച്ചാൽ 3 ക്ഷാമം ഉണ്ടാകുന്നുണ്ട്. ഭക്ഷണം, വെള്ളം, കാലിത്തീറ്റ എന്നിവയുടെ ഒരേ സമയത്തുള്ള കടുത്ത ക്ഷാമമാണ് ത്രികാൽ. 13. 1991 നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ 2 നയങ്ങളായാണ്
സമ്പദ് വ്യവസ്ഥയിൽ നടപ്പിലാക്കിയത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ നയങ്ങൾ ഏതൊക്കെയാണ് ചോദിച്ചാൽ ആൻസർ സി ആണ്. ഘടനാപരമായ പരിഷ്കരണ നടപടികളും സ്ഥിരത കൈവരിക്കാനുള്ള നടപടികളും. അതായത് രണ്ട് തരം മെഷേഴ്സ് ആയിരുന്നു അന്നെടുത്തത് 1991. ആദ്യത്തെ സ്ഥിരത കൈവരിക്കാനുള്ള നടപടി അല്ലെങ്കിൽ സ്റ്റെബിലൈസേഷൻ മെഷർ എന്ന് പറയുന്നത് ഷോർട്ട് ടേം, അല്ലെങ്കിൽ ഇത് രാജ്യത്തെ പെട്ടെന്നുള്ള സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രക്ഷിക്കാനുള്ള ഹ്രസ്വകാല നയമായിരുന്നു. സ്ഥിരത കൈവരിക്കാനുള്ള നടപടി ഇതൊരു പെട്ടെന്ന് നടത്തേണ്ട നയമായിരുന്നു, ഹ്രസ്വകാല നയം. വിദേശ നാണയം ശേഖരം തകരാതെ സൂക്ഷിക്കുക, രൂപയുടെ മൂല്യം അന്താരാഷ്ട്ര വിപണിയിൽ നിയന്ത്രിക്കുക, പണപ്പെരുപ്പം വിലക്കയറ്റം കുറയ്ക്കുക എന്നിവയാണ് ഇതിൻ്റെ ലക്ഷ്യം. എന്നാൽ ഘടനാപരമായ പരിഷ്കരണ നടപടികൾ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് മെഷേഴ്സ് ആണ്. ഇതെന്ന് പറയുന്നത് ദീർഘകാല പദ്ധതിയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള കാര്യക്ഷമതയും മത്സരശേഷിയും വർദ്ധിപ്പിക്കുന്നതിനുള്ള ദീർഘകാല നയങ്ങളായിരുന്നു ഇവ. ഇതിൻ്റെ ഭാഗമായിട്ടാണ്, അതായത് ഈ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് മെഷറിൻ്റെ ഭാഗമായിട്ടാണ് LPG തയ്യാറാക്കിയത്. LPG എന്ന് വെച്ചാൽ ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം. അതായത് വ്യവസായങ്ങൾ തുടങ്ങുന്നതിനുള്ള സർക്കാർ ലൈസൻസും നിബന്ധനകളും കടുത്ത നിയന്ത്രണങ്ങളും ഒഴിവാക്കൽ. P എന്ന് വെച്ചാൽ പ്രൈവറ്റൈസേഷൻ അല്ലെങ്കിൽ സ്വകാര്യവൽക്കരണം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കൽ. ഗ്ലോബലൈസേഷനാണ് G, ആഗോളവൽക്കരണം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥയുമായി കൂട്ടിയോജിപ്പിക്കൽ, വിദേശ നിക്ഷേപം അനുവദിക്കൽ. 14 ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ വാക്യം കണ്ടെത്തുക. ആൻസർ ബി ആണ്. ഒന്നാം ഘട്ടം 1960കളുടെ മധ്യം മുതൽ 1970കളുടെ മധ്യം വരെയാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥനാണ്. ആഗോളതലത്തിലാണെങ്കിൽ നോർമൻ ബോർലോഗും. അതായത് ലോകത്തിലെ ഹരിത വിപ്ലവ പിതാവ് നോർമൻ ബോർലോഗ്, ഇന്ത്യയിൽ MS സ്വാമിനാഥൻ. 15 സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും മറ്റു പ്രധാന രാഷ്ട്രീയ നേതാക്കളും ചിന്തകരും ചേർന്ന് ഇന്ത്യക്ക് അനുയോജ്യമായ സമ്പദ് വ്യവസ്ഥ കണ്ടെത്തി. ആ സമ്പദ് വ്യവസ്ഥയുടെ ശരിയായ സവിശേഷത ഏത്? ആൻസർ ഡി ആണ്. സ്വകാര്യ മേഖല പങ്കാളിത്തത്തോടെയുള്ള ശക്തമായ പൊതുമേഖലാ സമ്പദ് വ്യവസ്ഥ. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്ത്യ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മിക്സഡ് എക്കോണമിയാണ് തിരഞ്ഞെടുത്തത്. ഇതിൻ്റെ പ്രധാന സവിശേഷത എന്ന് വെച്ചാൽ ഇന്ത്യ സ്വീകരിച്ച മിശ്ര സാമ്പത്തിക വ്യവസ്ഥയിൽ രാജ്യത്തിൻ്റെ വികസനത്തിന് ശക്തമായ പൊതുമേഖല അത്യാവശ്യമാണെന്നും നെഹ്റുവും മറ്റു നേതാക്കളും വിശ്വസിച്ചു. അതോടൊപ്പം ഈ ശക്തമായ പൊതുമേഖലയെ സപ്പോർട്ട് ചെയ്യാനും സ്വകാര്യ മേഖലയ്ക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും പങ്കാളിത്തവും ഇവർ ഉറപ്പു നൽകി. രണ്ട് മേഖലകൾ ഉണ്ടായിരുന്നെങ്കിലും തുടക്കത്തിൽ, അതായത് സ്വകാര്യ മേഖലയും പൊതുമേഖലയും ഉണ്ടായിരുന്നെങ്കിൽ കൂടി തുടക്കത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനും വ്യവസായങ്ങൾക്കും വേണ്ടി പൊതുമേഖലയ്ക്ക് കൂടുതൽ ശക്തവും നിയന്ത്രണവുമായ മുൻഗണന നൽകിയിരുന്നു. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 16 താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ പൊതുവായ സവിശേഷത തിരഞ്ഞെടുക്കുക. ആൻസർ എ ആണ്. 1ഉം 2ഉം മാത്രം. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ പൊതുവായ സവിശേഷത എന്ന് പറയുന്നത് 1 സാമ്പത്തിക വളർച്ച, 2 ആധുനികവൽക്കരണം, 3 സ്വയം പര്യാപ്തത, 4 സാമൂഹ്യനീതി. വ്യവസായവൽക്കരണം, വാണിജ്യവൽക്കരണമൊക്കെ ഓരോ പദ്ധതികളിൽ ലക്ഷ്യമായിരുന്നു, എന്നാൽ പൊതു സവിശേഷതയായിരുന്നില്ല. 17 കേരളത്തിൽ നടപ്പിലാക്കിയ സ്ത്രീ കേന്ദ്രീകൃതമായ ഒരു സാമൂഹ്യാധിഷ്ഠിത ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ പാവപ്പെട്ട സ്ത്രീകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏത്? ആൻസർ സി ആണ്, കുടുംബശ്രീ. 1998 മെയ് 17 മലപ്പുറത്ത് വെച്ച് അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയാണ് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത്. മലപ്പുറമാണ് 1998 മെയ് 17 വാജ്പേയി. 3 തലങ്ങളായിട്ടാണ് കുടുംബശ്രീയുടെ ഘടനയുള്ളത്. ഏറ്റവും താഴത്തെ തലം അയൽക്കൂട്ടങ്ങളാണ്, നെയ്ബറിംഗ് ഗ്രൂപ്പ്സ് ആണ്. പിന്നെ വാർഡ് തലത്തിൽ ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയും, പിന്നെ പഞ്ചായത്തിലെ നഗരസഭ തലത്തിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയും ഉണ്ട്. 2016 നവംബർ 8 ഇന്ത്യയിൽ നടപ്പിലാക്കിയ നോട്ട് നിരോധനത്തിൻ്റെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നതിൽ ഏതെല്ലാം? ആൻസർ എല്ലാമാണ്, ഡി ആണ്. 2016 നവംബർ 8 കള്ളപ്പണം നിയന്ത്രിക്കുന്നതിന്, അഴിമതിക്കെതിരെയുള്ള പോരാട്ടം, തീവ്രവാദത്തെ ചെറുക്കാൻ. 19 ഇന്ത്യയുടെ ഭരണഘടനാ ദിനം. ആൻസർ ആണ് നവംബർ 26. കാരണം 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ചത്. 20 കാര്യനിർവഹണ വിഭാഗത്തെ നിയമനിർമ്മാണ സഭ 20 ഇവയിൽ പാർലമെൻ്ററി വ്യവസ്ഥയിൽ പെടാത്തതേത്? ആൻസർ സി ആണ്, 4 മാത്രം. അതായത് പാർലമെൻ്ററി വ്യവസ്ഥയിൽ പെടുന്നത് കാര്യനിർവഹണ വിഭാഗത്തെ നിയമനിർമ്മാണ സഭ നിയന്ത്രിക്കും. രാഷ്ട്രത്തലവൻ്റെ അധികാരം നാമമാത്രമായിരിക്കും. ഭരണത്തലവൻ പ്രധാനമന്ത്രിയായിരിക്കും.
അതായത് പിന്നെ പാർലമെൻ്ററി വ്യവസ്ഥ എന്ന് വെച്ചാൽ പാർലമെൻ്ററി വ്യവസ്ഥയിൽ ഭരണത്തലവൻ പ്രധാനമന്ത്രിയും രാഷ്ട്രത്തലവൻ എന്ന് പറയുന്നത് രാഷ്ട്രപതി അല്ലെ രാജാവിന് നാമമാത്രമായ അധികാരമായിരിക്കുമുള്ളത്. അതിനാൽ ഭരണത്തലവനും രാഷ്ട്രത്തലവനും രാഷ്ട്രപതിയായിരിക്കും എന്ന വാക്യം പ്രസിഡൻഷ്യൽ വ്യവസ്ഥയെ സൂചിപ്പിക്കുന്നു. 21 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏത് അനുച്ഛേദത്തിൽ പെടുന്നു? ആൻസർ ബി ആണ്, മതസ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 25 തൊട്ട് 28 വരെ. അങ്ങനെയാണ് നമ്മുടെ മൗലിക അവകാശങ്ങൾ, അതായത് പാർട്ട് 3യിലെ മൗലിക അവകാശങ്ങൾ ആറ് തരം മൗലിക അവകാശങ്ങളാണുള്ളത്. അത് നമുക്ക് 14 to 18 എന്ന് പറയുന്നത് സമത്വത്തിനുള്ള അവകാശം, 19 to ആർട്ടിക്കിൾ 19 തൊട്ട് 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം റൈറ്റ് ടു ഫ്രീഡമാണ്. 23 to 24 ചൂഷണത്തിനെതിരെയുള്ള അവകാശം റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. 25-28 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 29-30 ഇത് സംസ്കാരവും വിദ്യാഭ്യാസവും സംരക്ഷിക്കാനുള്ള സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശമാണ്. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് 29-30. 32 ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശങ്ങളാണ്. 22 1976 42ാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായി മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ഭാഗം ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. ഇതുപ്രകാരം 51 അനുച്ഛേദത്തിൽ എത്ര മൗലിക കർത്തവ്യമാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ 42ാം ഭേദഗതി പ്രകാരമാണെങ്കിൽ 10 മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത്. 1976 ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്? സ്വരൺ സിംഗ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് മൗലിക കടമകളെക്കുറിച്ച് റെക്കമെൻഡേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വരൺ സിംഗ് കമ്മിറ്റീനെ നിയമിക്കുന്നുണ്ട്. 1976 സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് 42ാം ഭേദഗതിയിൽ പാർട്ട് 4A എന്ന് പറയുന്നതും ആർട്ടിക്കിൾ 51A എന്ന് പറയുന്നതും കൂട്ടിച്ചേർത്തത്. 51ൽ 10 ഫണ്ടമെൻ്റൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ബോറോ ചെയ്തത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ USSR കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. പിന്നെ 11ാമത്തെ മൗലിക കടമ കൂട്ടിച്ചേർത്തത് 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. 86ാം ഭരണഘടനാ ഭേദഗതി 2002ലാണ് 11ാം മൗലിക കടമ കൂട്ടിച്ചേർത്തത്. അതെന്താണെന്ന് വെച്ചാൽ 6 to 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് രക്ഷിതാക്കളുടെ കടമയാണ്. പിന്നെ ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഒന്നും നമുക്ക് ജസ്റ്റിസബിൾ അല്ല, അതായത് കോടതിയിൽ പോയിട്ട് കേസ് നടത്തിയിട്ട് നേടിയെടുക്കാൻ പറ്റില്ല. പിന്നെ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഘടന ചോദിക്കുന്നത് ആൻസർ സി ആണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് 2 കമ്മീഷണർമാരും അടങ്ങുന്നതാണ്. 1950ലാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നത്. അന്ന് തൊട്ട് 1989 വരെ ഒരു ഏകാംഗ കമ്മീഷനായിരുന്നു ഉണ്ടായിരുന്നത്. 89 61ാം ഭേദഗതി പ്രകാരം 21 വയസ്സിൽ നിന്നും 18 വയസ്സിലേക്ക് വോട്ടിംഗ് അവകാശത്തിൻ്റെ ഏജ് മാറ്റിയപ്പോൾ കൂടുതൽ ആൾക്കാർ വോട്ടിങ്ങിനായിട്ട് വോട്ടിംഗ് റൈറ്റ്സ് നേടി. ആ സമയത്ത് ഈ ഏകാംഗ കമ്മീഷൻ മാറ്റിയിട്ട് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റ് 2 കമ്മീഷണർമാരെയും നിയമിച്ചു. ശേഷം 93 വീണ്ടും 90 89 3 ആൾക്കാരാക്കിയെങ്കിലും 90 വീണ്ടും ഏകാംഗ കമ്മീഷനാക്കി. ശേഷം 93 വീണ്ടും ഒരു കമ്മീഷനും ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 മുഖ്യ കമ്മീഷണർമാരും ആക്കിയിട്ട് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഘടന മാറ്റി. 24 മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ആൻസർ എ ആണ്. 42ാം ഭേദഗതി 1976. 25 ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം 2 ആണ്. ആർട്ടിക്കിൾ 5 to 11 5 to 6 11 വരെയാണ് ഭാഗം 2ൽ പറയുന്നത്. എന്നാൽ ഈ ആർട്ടിക്കിളൊക്കെ തന്നെ എന്താണെന്ന് വെച്ചാൽ 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഏതൊക്കെ ആൾക്കാർക്കാണ് പൗരത്വം ലഭിക്കുക എന്നതാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. എന്നാൽ എങ്ങനെ പൗരത്വം നേടാം, നഷ്ടപ്പെടാം എന്നൊന്നും ഈ ആർട്ടിക്കിൾ പറയുന്നില്ല. പകരം ആർട്ടിക്കിൾ 11 എന്ത് ചെയ്യുന്നുണ്ട്? പാർലമെന്റിനെ പൗരത്വത്തെക്കുറിച്ചുള്ള നിയമം നിർമ്മിക്കാനുള്ള അവകാശം കൊടുക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 11 പ്രകാരം പാർലമെന്റിന് പൗരത്വത്തിന്മേൽ നിയമങ്ങൾ ഉണ്ടാക്കാം. അങ്ങനെ പാർലമെന്റ് പാസാക്കിയ നിയമമാണ് 1955 പൗരത്വ നിയമം, അല്ലെ സിറ്റിസൺഷിപ്പ് ആക്ട് 1955. ഈ ആക്ട് പ്രകാരം 5 രീതിയിൽ പൗരത്വം നേടാനും 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തത് ആൻസർ ഡി ആണ്, ഫ്രാൻസ് ആണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അമേരിക്കയിൽ നിന്നും ഇന്ത്യ കടമെടുത്തവ ഫണ്ടമെൻ്റൽ റൈറ്റ്, ജുഡീഷ്യൽ റിവ്യൂ അല്ലെങ്കിൽ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരുടെ
പുറത്താക്കുന്ന രീതി, പ്രിയാമ്പിൾ എന്നിവയാണ് അമേരിക്കയിൽ നിന്നും കടമെടുത്തത്. ഇനി ബ്രിട്ടൻ അല്ലെ UK നിന്നാണെങ്കിൽ പാർലമെൻ്ററി ഭരണരീതി, ഏകപൗരത്വം, നിയമവാഴ്ച, സ്പീക്കറുടെ പദവി. ജർമ്മനി ആണെങ്കിൽ ജർമ്മനിയിൽ എന്ന് വെച്ചാൽ ജർമ്മനിയിൽ അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശം റദ്ദ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളാണ് ജർമ്മനി. ഇനി നമുക്ക് അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശം റദ്ദാക്കുന്ന വ്യവസ്ഥ കടം കൊണ്ടത് എവിടെ നിന്ന് ചോദിച്ചാൽ ജർമ്മനി എന്ന് പറയാം. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയിലെ അടിയന്തരാവസ്ഥ വ്യവസ്ഥകൾ കടം കൊണ്ടത് എവിടെ നിന്നും ചോദിച്ചാൽ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ്. 27ാമത്തെ ക്വസ്റ്റ്യൻ, 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയെ തെരഞ്ഞെടുത്തത് ആൻസർ എയാണ് ദിയു ബിനു പുളിക്കണ്ടം. പാലാ നഗരസഭയിലെ അധ്യക്ഷയായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അങ്ങനെ ആദ്യത്തെ പ്രായം കുറഞ്ഞ മുനിസിപ്പൽ ചെയർമാനായിട്ട് ദിയ ബിനു പുളിക്കണ്ടം മാറി. എന്നാൽ ഇവിടെ ഓപ്ഷൻ ഡി രേഷ്മ മറിയം എന്ന് പറയുന്നത് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിലെ അരുവാപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട് പ്രായം കുറഞ്ഞ റെക്കോർഡ് സൃഷ്ടിച്ച വ്യക്തിയാണ്. 28 സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ ഏതൊക്കെയാ ചോദിച്ചാൽ ആൻസർ ഡി ആണ്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്കുള്ള അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്. ബാക്കി ലോക്സഭാ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ്, രാജ്യസഭാ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ്, നിയമസഭാ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 324 പ്രകാരമാണ് രൂപീകരിച്ചത്. ഇതിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചുമതലകൾ എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തുക, രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തുക, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകൾ. എന്നാൽ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതലകൾ എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക്, അതായത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിൽ, പിന്നെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിലുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കലും തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കലും തെരഞ്ഞെടുപ്പ് നടത്തലുമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല. അതിനാൽ തന്നിരിക്കുന്നതിൽ പ്രസ്താവന 4 മാത്രമാണ് ശരി. 29 മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ആർട്ടിക്കിൾ 42 ആണ്. പിന്നെ 44 എന്ന് പറയുന്നത് 1978 നടന്നത്. പ്രധാനമായിട്ടും സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത് നിയമാവകാശമാക്കിയ ഭേദഗതിയാണ് 44. 42 എന്ന് പറയുന്നത് മൗലിക ചുമതലകൾ, പിന്നെ ഇന്ത്യയുടെ ആമുഖം ഭേദഗതി ചെയ്തതൊക്കെ 42 ദെൻ 52 എന്ന് പറയുന്നത് 52ാം ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 30 ഗവർണറുടെ പദവിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനയിൽ തെറ്റായത് ആൻസർ സി ആണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഗവർണറെ നിയമിക്കുന്നത്, തെറ്റാണ്. ഇന്ത്യൻ പ്രസിഡന്റാണ് ഗവർണറെ നിയമിക്കുന്നത്. അതുപോലെ ഗവർണറുടെ ഔദ്യോഗിക വസതി ലോക് ഭവനാണ്. സർക്കാർ നിർദ്ദേശപ്രകാരം രാജ്യത്തെ എല്ലാ രാജ്ഭവനുകളെയും ഔദ്യോഗിക നാമം ലോക് ഭവനാക്കി. അങ്ങനെ ഗവർണറുടെ ഔദ്യോഗിക വസതി ലോക് ഭവനാക്കി. ഗവർണർ സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെ തലവനാണ്. 31 കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന സ്നേഹപൂർവ്വം പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ആൻസർ ഡി ആണ്. മാതാവ് അല്ലെ പിതാവ് അല്ലെങ്കിൽ 2 പേരും നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകാൻ സ്നേഹപൂർവ്വം. 32 താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം ഏതെന്ന് വെച്ചാൽ ആൻസർ ബി ആണ്. 3 അതായത് ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം. ജീവിതശൈലി രോഗങ്ങൾക്ക് എക്സാമ്പിളാണ് അമിതവണ്ണം, ഒബിസിറ്റി, പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, സ്ട്രോക്ക്. ഇനി ഡീമെൻഷ്യ എന്ന് പറയുന്നത് ഇതൊരു പ്രത്യേക രോഗമല്ല, മറിച്ച് ഓർമ്മക്കുറവിനും ചിന്താശേഷിയും കുറയുന്നതിനും കാരണമാകുന്ന രോഗങ്ങളുടെ കൂട്ടത്തെയാണ് ഡീമെൻഷ്യ എന്ന് പറയുക. ജീവിതശൈലി രോഗങ്ങളെ പ്രമേഹവും ബിപിയും ഡീമെൻഷ്യ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇനി അക്രോമെഗലിയും ആഡിസൺ ഡിസീസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഹോർമോൺ ഡിസീസസ് ആണ്. അക്രോമെഗലി എന്ന് വെച്ചാൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന വളർച്ചാ ഹോർമോണിൻ്റെ അമിത ഉൽപ്പാദനം മൂലമാണ് ഇത് ഉണ്ടാകുന്നത്. മുതിർന്നവരിലാണ് അക്രോമെഗലി കാണപ്പെടുന്നത്. കൈകൾ, കാലുകൾ, മുഖത്തെ അസ്ഥികൾ എന്നിവ അസാധാരണമായി വളരുന്നു. അഡിസൺസ് രോഗം എന്ന് വെച്ചാൽ വൃക്കകൾക്ക് മുകളിലുള്ള അഡ്രീനൽ ഗ്രന്ഥി കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ എന്നീ ഹോർമോണുകൾ ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ്. ഇവിടെ ശരീരഭാരം കുറയും, ക്ഷീണം, ചർമ്മത്തിന് ഇരുണ്ട നിറം വരിക എന്നിവയാണ് അഡിസൺസ് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. ഇനി ഡ്വാർഫിസം അല്ലെ വാമനത്വം എന്ന് പറയുന്നതോ കുട്ടിക്കാലത്ത് വളർച്ച ഹോർമോൺ കുറയുമ്പോൾ ഡ്വാർഫിസം അല്ലെ വാമനത്വം ഉണ്ടാകും. ഇനി ഭീമാകാരത്വം ഗിഗാൻറ്റിസം എന്ന് പറയുന്നത് കുട്ടിക്കാലത്ത് വളർച്ച ഹോർമോണിൻ്റെ അമിത ഉൽപ്പാദനം മൂലവും ഉണ്ടാകും.
ഇനി 33 ഒരു നാഡീകോശത്തിലൂടെ ആവേഗം കടന്നു പോകാൻ സഹായിക്കുന്ന പ്രധാന മൂലകം എന്ന് പറയുന്നത് ആൻസർ സി ആണ്, സോഡിയവും പൊട്ടാസ്യവും. അതായത് ഒരു നാഡി ഉത്തേജിക്കപ്പെടുമ്പോൾ കോശത്തിനുള്ളിലെ ചാനലുകൾ തുറക്കുകയും സോഡിയം അയോണുകൾ കോശത്തിനുള്ളിലേക്ക് അതിവേഗം പ്രവേശിക്കുകയും ചെയ്യും. തൊട്ടു പിന്നാലെ പൊട്ടാസ്യം അയോൺ പുറത്തേക്കും ഒഴുകും. ഈ അയോണുകളുടെ ദ്രുതഗതിയിലുള്ള ചലനം ഒരു വൈദ്യുത ആവേഗം സൃഷ്ടിക്കുകയും ഇത് ആക്സോണിലൂടെ സഞ്ചരിക്കുകയും ചെയ്യും. ഇനി 34 ശരിയായ വാരിയലുകൾ അല്ലെ ട്രൂ റിബ്സ് എന്നത് ആൻസർ 1 ആണ്. 1 തൊട്ട് 7 വരെയാണ് ട്രൂ റിബ്സ്. ട്രൂ റിബ്സ് എന്ന് പറയുന്നത് 1 to 7 ആണ്. പിന്നെ 8 to 12 ഫോൾസ് റിബ്സും 11, 12 എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് റിബ്സുമാണ്. ഇനി മനുഷ്യ നേത്രത്തിലെ പീതബിന്ദു എന്ന ഭാഗത്തെക്കുറിച്ച് കൂടുതൽ ശരിയായത് ഏത്? ആൻസർ ബി ആണ്. പിന്നെ ആൻസർ ബി ആണ്. അതായത് കോൺകോശങ്ങൾ പീതബിന്ദുവിൽ കോൺകോശം വളരെ കൂടുതലും റോഡ് കോശം കാണപ്പെടുന്നുമില്ല. കോൺകോശങ്ങൾ അതായത് കോൺസെൽസ് എന്ന് വെച്ചാൽ ഇവയ്ക്ക് നല്ല വെളിച്ചത്തിൽ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. വസ്തുക്കളുടെ നിറങ്ങൾ തിരിച്ചറിയാനും കാഴ്ചയ്ക്ക് നല്ല വ്യക്തത നൽകാനും സഹായിക്കുന്ന കോശങ്ങളാണ് കോൺകോശം. എന്നാൽ റോഡ് കോശം എന്ന് വെച്ചാൽ ഇവ മങ്ങിയ വെളിച്ചത്തിലും രാത്രികാലങ്ങളിലും കാഴ്ച സാധ്യമാക്കുന്നു. എന്നാൽ നിറങ്ങൾ തിരിച്ചറിയാൻ ഇവയ്ക്ക് സഹായിക്കില്ല. ഇനി പീതബിന്ദു എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അതിൻ്റെ മധ്യത്തിൽ ഫോവിയ, അതായത് പീതബിന്ദുവിൽ തന്നെ ഏറ്റവും കൂടുതൽ കാഴ്ച കിട്ടുന്ന ഭാഗമാണ് ഫോവിയ, അതിൻ്റെ മധ്യബിന്ദു. അവിടെ ലക്ഷക്കണക്കിന് കോശം തിങ്ങിപ്പാർക്കുന്നു. എന്നാൽ ഇവിടെ റോഡ് കോശം തീരെ ഇല്ല എന്ന് തന്നെ പറയാം. റോഡ് കോശം ഏറ്റവും കൂടുതലുള്ളത് റെറ്റിനയുടെ വശങ്ങളിലാണ്. അതുകൊണ്ടാണ് പീതബിന്ദുവിൽ പതിക്കുന്ന പ്രതിബിംബങ്ങൾക്ക് ഏറ്റവും കൂടിയ വ്യക്തതയും കൃത്യതയും ലഭിക്കുന്നത്. ഇനി അന്ധബിന്ദു എന്ന് പറയുന്നത് പീതബിന്ദുവിന് തൊട്ടടുത്തായിട്ടാണ് അന്ധബിന്ദു എന്ന ഭാഗമുള്ളത്. ഇവിടെ നിന്ന് ഒപ്റ്റിക്സ് നാഡി തലച്ചോറിലേക്ക് പോകുന്നതിനാൽ ഈ ഭാഗത്ത് കോൺകോശങ്ങളോ റോഡ് കോശങ്ങളോ ഇല്ല. അതിനാൽ അന്ധബിന്ദുവിന് പ്രകാശം പതിച്ചാൽ കാഴ്ച സാധ്യമാകില്ല. ഇതാണ് അന്ധബിന്ദു. അന്ധബിന്ദു എന്ന് പറയുന്നത് എന്താണ്? ഒപ്റ്റിക് നാഡി, അതായത് കാഴ്ച നാഡി തലച്ചോറിലേക്ക് പോകുന്ന ഭാഗമാണ്. ഇവിടെ കാഴ്ച തീരെ ഇല്ലാത്ത ഭാഗമാണ് അന്ധബിന്ദു. ഇനി 36 ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആൻസർ ഡി ആണ്. ആമസോണിയൻ മഴക്കാടുകളാണ് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്. 37 സംസ്ഥാനത്ത് അരിവാൾ രോഗം ബാധിച്ച നോൺ ട്രൈബൽ വിഭാഗത്തിലെ രോഗികൾക്ക് നൽകി വരുന്ന ധനസഹായ പദ്ധതി ആൻസർ സി ആണ്. സമാശ്വാസം പദ്ധതി 4 ആണ്. അരിവാൾ രോഗം ബാധിച്ചവർക്കുള്ള പദ്ധതി സമാശ്വാസം 4 ആണ്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പ്രധാന ആരോഗ്യ സാമ്പത്തിക സുരക്ഷാ പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി. ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ചവർക്ക് പ്രതിമാസ ധനസഹായം നൽകുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഈ പദ്ധതി 4 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. സമാശ്വാസം 1 എന്ന് വെച്ചാൽ ഡയാലിസിസ് ആണ്. ലക്ഷ്യം വൃക്കരോഗം മൂലം ഡയാലിസിസ് ചെയ്യുന്നവർക്ക് ധനസഹായം നൽകലാണ്. പ്രതിമാസം 1100 രൂപയാണ് സമാശ്വാസം 1 പദ്ധതി പ്രകാരം ഡയാലിസിസ് രോഗികൾക്ക് കിട്ടുന്നത് പ്രതിമാസം 1100. പിന്നെ യോഗ്യത എന്ന് വെച്ചാൽ BPL വിഭാഗത്തിലായിരിക്കണം. ഇനി സമാശ്വാസം 2 എന്ന് പറയുന്നത് വൃക്ക കരൾ മാറ്റിവെക്കലാണ്. അതായത് വൃക്കയോ കരളോ മാറ്റിവെച്ച രോഗികൾക്കുള്ള പരിചരണ സഹായമാണ്. ധനസഹായം പ്രതിമാസം 1000 രൂപയാണ്. പരമാവധി 5 വർഷത്തേക്കാണ് കൊടുക്കുന്നത്. യോഗ്യത എന്ന് വെച്ചാൽ കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ താഴെയുള്ളവരായിരിക്കണം. ഇനി സമാശ്വാസം 3 എന്ന് പറയുന്നത് ഹീമോഫീലിയ ആണ്. രക്തം കട്ടപിടിക്കാത്ത ഹീമോഫീലിയ രോഗം ബാധിച്ചവർക്കുള്ള സഹായമാണ്. ധനസഹായം പ്രതിമാസം 1000 രൂപയാണ്. യോഗ്യത വരുമാന പരിധി ഇതിന് ബാധകമല്ല. സമാശ്വാസം 4 എന്ന് വെച്ചാൽ അരിവാൾ രോഗം സിക്കിൾ സെൽ അനീമിയാണ്. ലക്ഷ്യം സിക്കിൾ സെൽ അനീമിയ അഥവാ അരിവാൾ രോഗം ബാധിച്ചവർക്ക് സഹായം. ധനസഹായമായിട്ട് പ്രതിമാസം 2000 രൂപയാണ് നൽകുന്നത്. യോഗ്യത ആദിവാസി വിഭാഗത്തിൽ പെടാത്ത ആൾക്കാർക്കാണ് കൊടുക്കുന്നത്. 37 സംസ്ഥാനത്ത് 37 കഴിഞ്ഞു. 38 2025 ഫെബ്രുവരി 17 വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഉപഗ്രഹത്തിൻ്റെ പ്രധാന ഉപയോഗം ഏത്? ആൻസർ ഡി ആണ്, കാലാവസ്ഥാ നിരീക്ഷണം. എന്നാൽ ഇവിടെ ക്വസ്റ്റ്യനിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. 2024 ഫെബ്രുവരി 17 ഇൻസാറ്റ് 3DS വിക്ഷേപിച്ചത്. 39 ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചാൽ ഏതിനാണ് ത്വരണം കൂടുതലുണ്ടാകുന്നത്? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബൈക്കിനാണ്. കാരണം ന്യൂട്ടൻ്റെ 3rd ലോ പ്രകാരം രണ്ട് സംഭവം കൂട്ടിയെടുക്കുമ്പോൾ രണ്ട് ഭാഗത്തുണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ന്യൂട്ടൻ്റെ 3rd ലോ പ്രകാരം ഫോഴ്സ് ഓഫ് ലോറി എന്ന് പറയുന്നത് ഫോഴ്സ് ഓഫ് ബൈക്കിന് ഈക്വലാണ്.
ഇനി ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരം ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ, എം എ. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത് F/m ആയിരിക്കും. F ഈസ് ഈക്വൽ ടു എം എ ആണെങ്കിൽ അവിടുന്ന് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ കണക്കാക്കുമ്പോൾ A ഈക്വൽ ടു F/m ആയിരിക്കും. അപ്പോൾ F/m എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഏറ്റവും കുറഞ്ഞ A ഈക്വൽ ടു F/m, അതായത് m കുറഞ്ഞ ആൾക്കായിരിക്കും ത്വരണം കൂടുതൽ, എം കുറഞ്ഞ ആൾക്കായിരിക്കും ത്വരണം കൂടുതൽ. അപ്പോൾ ഇവിടെ ബൈക്കിൻ്റെ പിണ്ഡം ലോറിയേക്കാൾ വളരെ കുറവായതിനാൽ ബൈക്കിന് അനുഭവപ്പെടുന്ന ത്വരണം എന്തായിരിക്കും, കൂടുതലായിരിക്കും. 40 മഴവില്ല് കാണുവാനായി സൂര്യൻ്റെ സ്ഥാനം എങ്ങനെയായിരിക്കണം? ആൻസർ ബി ആണ്, നിരീക്ഷകൻ്റെ പിന്നിലായിരിക്കണം. നിരീക്ഷകന് പിന്നിൽ, അതായത് സൂര്യപ്രകാശം അന്തരീക്ഷത്തിലെ ജലത്തുള്ളികളിൽ തട്ടി പ്രതിഫലിച്ചാണ് മഴവില്ലുണ്ടാകുന്നത്. അതിനാൽ എപ്പോഴും സൂര്യൻ നിരീക്ഷകന്റെ പുറകിലും മഴവില്ല് നിരീക്ഷകന് മുന്നിലായിരിക്കും രൂപപ്പെടുന്നത്. ജലത്തുള്ളികളിലേക്ക് പ്രവേശിക്കുന്ന പ്രകാശം തിരികെ നിരീക്ഷകന്റെ കണ്ണിലേക്ക് എത്തണമെങ്കിൽ സൂര്യൻ എപ്പോഴും എന്തായിരിക്കണം, നിരീക്ഷകന്റെ പുറകിലായിരിക്കണം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സൂര്യന് അഭിമുഖമായി നിൽക്കുമ്പോൾ മഴവില്ല് കാണാൻ സാധിക്കില്ല. 41 വെള്ളം നിറച്ച ഒരു പാത്രത്തിൽ ഒരു കാപ്പിലറി ട്യൂബ് വയ്ക്കുമ്പോൾ ട്യൂബിൻ്റെ ജലനിരപ്പ് 4 സെൻറ്റിമീറ്റർ വരെ ഉയരും. പകുതി വ്യാസമുള്ള ട്യൂബാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെള്ളം എത്ര സെൻറ്റിമീറ്റർ ഉയരും? അതായത് ഒരു റേഡിയസിൽ 4 സെൻറ്റിമീറ്റർ വരെ ഉയരും. എന്നാൽ ആ റേഡിയസ് എന്താണെന്ന് പകുതിയാണ്, അതായത് വ്യാസം പകുതിയാകുമ്പോൾ റേഡിയസും പകുതിയാവും. അപ്പോൾ എത്ര സെൻറ്റിമീറ്റർ ഉയരും? കാപ്പിലറി ട്യൂബിലെ ദ്രാവകത്തിൻ്റെ ഉയരം h, അതിൻ്റെ ആരം r അല്ലെങ്കിൽ വ്യാസത്തിന് എന്തായിരിക്കും, വിപരീത അനുപാതത്തിലായിരിക്കും. അത് h ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r ആണ്, അല്ലെങ്കിൽ h പ്രൊപ്പോർഷണൽ ടു 1/r ആണ്. ഇതിന് ജൂറിൻസ് നിയമം എന്ന് വിളിക്കും. വ്യാസം പകുതിയാക്കുമ്പോൾ തൽഫലമായിട്ട് എന്താകും, ആരം പകുതിയാകും. തൽഫലമായി ജലനിരപ്പിൻ്റെ ഉയരം ഇരട്ടിയാകും. അതായത് വ്യാസം പകുതിയാകുമ്പം 4 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എന്താകും, അതിൻ്റെ ഇരട്ടിയാവും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ, അപ്പോൾ ഇവിടെ പകുതിയാണെങ്കിൽ അവിടെ ഇരട്ടിയാവണം. അപ്പോൾ ഉയരം എന്താവും, 6 പകുതിയാകുമ്പോൾ ഉയരം h എന്താവും, ഇരട്ടിയാകും. അപ്പോൾ ആൻസർ 8 സെൻറ്റിമീറ്റർ. 42 ഗ്രാഫൈറ്റ്, ഡയമണ്ട്, ഗ്രാഫൈറ്റ് എന്നിവ കാർബൺ എന്ന മൂലകത്തിൻ്റെ ആൻസർ സി ആണ്, രൂപാന്തരങ്ങൾ. ഒരേ മൂലകത്തിൻ്റെ തന്നെ വ്യത്യസ്ത ഭൗതിക രൂപങ്ങളെയാണ് രൂപാന്തരങ്ങൾ, അലോട്രോപ്സ് എന്ന് വിളിക്കുന്നത്. ഡയമണ്ടും ഗ്രാഫൈറ്റും പൂർണ്ണമായും കാർബൺ ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമാണെങ്കിലും അവയിലെ ആറ്റങ്ങളുടെ ക്രമീകരണം വ്യത്യസ്തമാണ്. ഇനി ഐസോമർ എന്താണെന്ന് വെച്ചാൽ ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത ഘടനയുമുള്ള ഓർഗാനിക് സംയുക്തങ്ങളെയാണ് നമ്മൾ ഐസോമേഴ്സ് എന്ന് പറയാം. ഒരേ തന്മാത്ര സൂത്രവും വ്യത്യസ്ത ഘടനയും. ഇനി ഐസോടോപ്പ് എന്ന് വെച്ചാൽ ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള മൂലകങ്ങൾ. ഐസോബാർ എന്ന് വെച്ചാൽ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറും ഉണ്ടെങ്കിൽ ഐസോബാർ. 43 സ്റ്റാൻഡേർഡ് ഊഷ്മാവിലും മർദ്ദത്തിലും, അതായത് STPയിൽ 67.2 ലിറ്റർ അമോണിയ വാതകത്തിൽ അടങ്ങിയിരിക്കുന്ന അമോണിയ തന്മാത്രകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ STPയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു മോൾ STPയിൽ ഒരു മോളിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണ്. അപ്പോൾ നമുക്കിവിടെ STPയിൽ 67.2 ലിറ്റർ തന്നിട്ടുണ്ടെന്ന് വെച്ചാൽ എത്ര മോൾ അവിടെ ഉണ്ട്? ഒരു മോളിന് 22.4 ലിറ്റർ ആണെങ്കിൽ ശരിക്കും 3 മോളിൻ്റെ വ്യാപ്തമാണ് എന്ത്, 67.2 ലിറ്റർ. അപ്പോൾ മോളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 67.2/22.4 ഈക്വൽ ടു 3. അപ്പോൾ ഒരു മോളിൽ എത്ര തന്മാത്രകളുണ്ട്? 6.022 × 10⁻23 തന്മാത്രകളുണ്ട്. അപ്പോൾ ഇവിടെ 3 മോളുകളിൽ എത്ര തന്മാത്രയുണ്ട്? 3 × 3 × 6.022 × 10⁻23 ഈക്വൽ ടു 18.066 × 10⁻23 തന്മാത്രകളുണ്ട്. 44 സ്ഥിരോഷ്മാവിൽ ഒരു നിശ്ചിത മാസ വാതകത്തിലെ മർദ്ദവും വ്യാപ്തവും സൂചിപ്പിക്കുന്ന ഒരു പട്ടികയാണ് താഴെ കൊടുത്തവയിൽ. ഈ പട്ടിക ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രഷർ തന്നിട്ട് വോളിയം തന്നിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ എന്തായി, മർദ്ദം 2 അപ്പോൾ വോളിയം എന്ന് പറയുന്നത് 50 ലിറ്റർ. മർദ്ദം അതിൻ്റെ പകുതിയാകുമ്പോൾ വോളിയം ഇരട്ടിയാവും. അതായത് പ്രഷറും വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ പ്രഷറും വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആവുന്നത് എപ്പോഴാണ്? അതായത് പി പ്രൊപ്പോർഷണൽ ടു 1/v ആൻഡ് PV ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ബോയിൽസ് ലോ ആണ്. അപ്പോൾ ആൻസർ ബോയിൽസ് ലോ ആണ്. അതായത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ എന്തായിരിക്കും, PV എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി ചാൾസ് ലോ എന്താ പറയുന്നത്? ചാൾസ് ലോ എന്താ പറയുന്നത്? V പ്രൊപ്പോർഷണൽ ടു T ആണ്. അതായത് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ V പ്രൊപ്പോർഷണൽ ടു T ആണ്. വോളിയം എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണലാണ്. ഇനി ഗേജ് ലൂസാക്ക് നിയമം എന്ന് പറയുന്നത് എന്താ? കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ പ്രഷറും ടെമ്പറേച്ചറും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. P പ്രൊപ്പോർഷണൽ ടു T ആണ്. ഇനി അവഗാഡ്രോ നിയമം എന്താ പറയുന്നത്?
പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ വി പ്രൊപ്പോർഷണൽ ടു എൻ ആണ്. അതായത് വോളിയം നമ്പർ ഓഫ് മോൾസും പ്രൊപ്പോർഷണലാണ്. ഇനി 45 അമ്ലമഴയുടെ പി എച്ച് എത്ര? അമ്ലമഴ എന്ന് പറയുന്നത് നമുക്കറിയാം അസിഡിക് ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ അസിഡിക്, അതായത് 7ൽ കുറവ് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡി ആണ്. 4നും 4നും 5നും ഇടയിൽ. 7ൽ കുറവാണെങ്കിൽ ആസിഡിക്കും 7 നിർവീര്യ ലായനിയുടെ പി എച്ചും 7ൽ കൂടുതലാണെന്ന് വെച്ചാൽ ബേസിക് ലായനിയുടെ പി എച്ചുമാണ്. 46 പ്രമുഖ നോവലിസ്റ്റും കാർട്ടൂണിസ്റ്റുമായ OV വിജയന്റെ കൃതികൾ താഴെ കൊടുത്തവയിൽ ഏതൊക്കെ? ആൻസർ സി ആണ് 1ഉം 2ഉം. അതായത് പ്രവാചകന്റെ വഴിയും ഗുരുസാഗരവും OV വിജയന്റെ നോവലുകളാണ്. ഉഷ്ണമേഖല എന്ന് പറയുന്നത് കാക്കനാടന്റെ നോവലും ഓഹരി എന്ന് പറയുന്നത് KL മോഹനവർമ്മയുടെ പ്രശസ്തമായ ഒരു നോവലുമാണ്. 47 മലയാളത്തിൽ ആദ്യമായി പിന്നണി ഗാനം അവതരിപ്പിക്കപ്പെട്ട ചലച്ചിത്രം? ആൻസർ ബി ആണ് നിർമ്മല. മലയാളത്തിൽ ആദ്യമായിട്ട് പിന്നണി ഗാനം അവതരിപ്പിക്കപ്പെട്ട ചിത്രം നിർമ്മല. നീലക്കുയിൽ എന്ന് പറയുന്നത് 1954 പുറത്തിറങ്ങിയ ചിത്രം. മികച്ച ചലച്ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ വെള്ളിപ്പതക്കം നേടിയ ആദ്യ മലയാള ചിത്രമാണ്. അതുപോലെ 1938 പുറത്തിറങ്ങിയ ബാലൻ മലയാളത്തിലെ ആദ്യത്തെ സംസാര ചിത്രമാണ്. 48 താഴെ കൊടുത്തിരിക്കുന്നതിൽ ചലച്ചിത്ര നടന്മാരിൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചവർ ആരൊക്കെ? ആൻസർ സി ആണ് 1ഉം 4ഉം. മോഹൻലാലും രജനീകാന്തും. 2023 55ാമത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് മലയാളത്തിന്റെ പ്രിയ താരം മോഹൻലാലിനാണ് ലഭിച്ചത്. 2025 സെപ്റ്റംബറിൽ നടന്ന 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ചടങ്ങിൽ വെച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്നും അദ്ദേഹം ഈ പുരസ്കാരം ഏറ്റുവാങ്ങി. 2004 അടൂർ ഗോപാലകൃഷ്ണനും ലഭിച്ചു. അങ്ങനെ ഈ ബഹുമതി നേടിയ 2 മലയാളികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, മോഹൻലാലും അടൂർ ഗോപാലകൃഷ്ണനും. 2019 രജനീകാന്തിന് ഇത് കിട്ടുന്നത്, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടുന്നത്. ഇനി 49 2025 ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം നേടിയ മലയാളി താരം ആര്? ആൻസർ എ ആണ് പി മാളവിക, കാസർഗോഡ് സ്വദേശിയാണ്. 50 താഴെ കൊടുത്തിരിക്കുന്നതിൽ തനത് നാടക പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന നാടകങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ സി ആണ് 1, 2, 3. അതായത് കലി, ദൈവത്താറ്, അമനവൻ കടമ്പ. കേരളീയമായ തനത് നാടകവേദി എന്ന ആശയത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട നാടകങ്ങളാണ് തനത് നാടകം. CN ശ്രീകണ്ഠൻ നായരുടെ കലി, കാവാലം നാരായണ പണിക്കരുടെ ദൈവത്താർ, അവനവൻ കടമ്പ എന്നിവ തനത് നാടകത്തിൻ്റെ എക്സാമ്പിളാണ്. എന്നാൽ കന്യക എന്നത് N കൃഷ്ണപിള്ളയുടെ പ്രശസ്തമായ സാമൂഹ്യ പ്രശ്ന നാടകമാണ്. ഇത് തനത് നാടക പ്രസ്ഥാനത്തിൽ പെടുന്നതല്ല. ഇനി 51 ആൻസർ ഡി ആണ്. 51 എന്ന് വെച്ചാൽ 4x = 256 ആയാലും എക്സിൻ്റെ വാല്യൂ എത്രയാണെന്നാണ്. 4x 256 ആണെങ്കിൽ 4:1 = എക്സിൻ്റെ വാല്യൂ ആണ് ചോദിക്കുന്നത്. അപ്പോൾ 4:1 4, 4:2 16, 4:3 64, 4:4 ആണ് 256. അപ്പോൾ x = 4 ആണ്. 50 താഴെ 20 ആളുകൾ 30 ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു ജോലി 25 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാമെങ്കിൽ ഇനി എത്ര ആൾ കൂടി വേണം? അതായത് 20 ആളുകൾ 30 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 20 ആളുകൾ 30 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 25 ആളുകൾ ചെയ്യുകയാണെങ്കിൽ 25 ദിവസം കൊണ്ട് ചെയ്യണമെങ്കിൽ എത്ര ആൾ വേണം? അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ 25 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ വേണ്ട ആകെ ആളുകൾ എന്ന് പറയുമ്പോൾ ആകെ വേണ്ട മനുഷ്യാധാരം 20 ആളുകൾ 30 ദിവസം കൊണ്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആകെ വേണ്ട മനുഷ്യാധാരം നമുക്ക് 20 × 30 600 വെച്ച് കാണാം. അങ്ങനെയാണ് 25 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര ആൾ വേണം? 600/25 = 24 ആളുകൾ. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി 20 ആളുകളുണ്ട്. ഇനി 25 ദിവസം കൊണ്ട് തീർക്കണമെങ്കിൽ 24 ആൾ വേണമെങ്കിൽ 24 - 20 4 ആളുകൾ മതി. അപ്പോൾ ആൻസർ ബി ആണ്. ഇനി ഒരു ഗ്രൂപ്പിലെ 20 പേരുടെ ശരാശരി 25 വയസ്സാണ്. പുതുതായി 3 ആൾ കൂടി ചേർന്നാൽ ശരാശരി 2 വർഷത്തിൻ്റെ വർധനമുണ്ടായി. അതായത് 2 വയസ്സും കൂടി. പുതുതായി വന്ന 3 ആളുകളുടെ ആകെ വയസ്സ് എത്ര? അപ്പോൾ 20 പേരുടെ ശരാശരി 25 വയസ്സാണെങ്കിൽ അന്നത്തെ 20 പേരുടെ ടോട്ടൽ വയസ്സെന്ന് പറയുന്നത് 25 × 20 ആയിരിക്കും. അതായത് ഒരു ഗ്രൂപ്പിലെ 20 പേരുടെ ശരാശരി വയസ്സ് 25 ആണെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന 20 പേരുടെ ആകെ വയസ്സെന്ന് പറയുന്നത് 20 × 25 500 ആയിരിക്കും. ഇനി പുതിയ ശരാശരി എന്ന് വെച്ചാൽ 2 വയസ്സ് കൂടി. അപ്പോൾ 25 കൂട്ടണം 2 27 ആണ്. അപ്പോൾ അതുപോലെ പുതുതായിട്ട് 3 ആളുകളും വന്നു. അപ്പോൾ പുതിയ ആളുകളുടെ എണ്ണം 23. അപ്പോൾ 23 പേരുടെ ആകെ വയസ്സെന്ന് പറയുന്നത് 23 × 27 621. അപ്പോൾ പുതുതായി വന്ന 3 പേരുടെ ആകെ വയസ്സ് = ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് 20 പേരുണ്ടായിരുന്നപ്പോൾ ഉള്ള വയസ്സും 23 പേരുണ്ടായിരുന്നപ്പോൾ ഉള്ള വയസ്സിൻ്റെ ഡിഫറൻസ് 621 - 500 = 121. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഇനി 54 താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് ആൻസർ ബി ആണ്. 7/15 ആണ്. ഇനി 20ൻ്റെ 16
2/3%. 20ൻ്റെ 16 2/3% എന്ന് പറയുന്നത് ഇതാണ് ഉത്തരം. അതായത് 16 2/3 നമ്മൾ എന്താക്കണം, മിശ്ര ഭിന്നമാണ്, അത് സാധാരണ ഭിന്നമാക്കണം. അപ്പോൾ 16 2/3 സാധാരണ ഭിന്നമാക്കാൻ വേണ്ടി 16 × 3 കൂട്ടാൻ 2/3 ചെയ്യണം. അപ്പോൾ 50/3. അപ്പോൾ എന്തായി, 20ൻ്റെ 50/3% എത്രയാണെന്നായി. അപ്പോൾ 20ൻ്റെ 50/3% ഈക്വൽ ടു 20 × 50/3 ഈക്വൽ ടു 20 × 50/3 × 1/100 ഈക്വൽ ടു 20/6 കിട്ടും. അപ്പോൾ നമുക്ക് 10/3 കിട്ടും. ഇനി 56 14 കൂട്ടണം 6/2 × 4 - 3. ഇതിൻ്റെ ഉത്തരമാണ്. ഇവിടെ നമ്മൾ ബോട്ട്മാസ് റൂൾ അപ്ലൈ ചെയ്തിട്ട് വേണം കാണാൻ. അപ്പോൾ ബോട്ട്മാസ് റൂൾ ഇതാക്കുമ്പോൾ ഫസ്റ്റ് എന്താ വേണ്ടത്, ബ്രാക്കറ്റ്, പിന്നെ ഓഫ് ഓപ്പറേഷൻ വേണം, പിന്നെ ഡി എന്ന് പറയുന്നത് ഡിവിഷനാണ്. അപ്പോൾ ഡി എന്ന് പറയുന്ന ഡിവിഷനാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഡിവിഷൻ എന്ന് പറയുന്നത് 6/2 ആണ്, അത് ഈക്വൽ ടു 3 ചെയ്ത്. ഇനി അടുത്ത ഡി കഴിഞ്ഞാൽ എന്താ വേണം, മൾട്ടിപ്ലിക്കേഷനാണ്. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഇവിടെ 6/2 നമുക്ക് 3 കിട്ടിയിട്ടുണ്ട്. ആ 3ൻ്റെ കൂടെ എന്ത് ചെയ്യുക, 4 മൾട്ടിപ്ലൈ ചെയ്യുക, 12. തുടർന്ന് നമുക്ക് കൂട്ടലും കുറക്കലും ചെയ്യാം. കൂട്ടലിൽ തന്നെ അഡിഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ 14 കൂട്ടണം 12 - 3 നമുക്ക് എന്ത് കിട്ടും, 26 - 3 ഈക്വൽ ടു 23. ഇനി 57 സമാന ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. ഇവിടെ 563 7 196 എന്താണെന്ന് ചോദിക്കുന്നത്. 563 7 എന്ന് വെച്ചാൽ 5 കൂട്ടണം 6 കൂട്ടണം 3, എപ്പോൾ നമുക്ക് 14 കിട്ടും. 14ൻ്റെ പകുതിയാണ് 7. അങ്ങനെയാണ് 196 കൂട്ടുമ്പോൾ 16 കിട്ടും. 16ൻ്റെ പകുതി 8. അങ്ങനെയാണ് ഇവിടെ സമാന ബന്ധം. ഇനി 58 ഒരു സമയം 3:15 ആകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് കാണാനുള്ള ഇക്വേഷനാണ് 30 ഹവർ - 11/2 m ആണ്. അപ്പോൾ 30 ഹവർ - 11/2 m. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ തന്നിട്ടുള്ള മണിക്കൂർ എന്ന് പറയുന്നത് 3 മണിക്കൂറും എം എന്ന് പറയുന്നത് 15 അപ്പോൾ 30 × 3 - 11/2 നമുക്ക് 5.5 ആക്കാം. 5.5 × 15 അത് 90 - 82.5 കിട്ടും. 90 - 82.5. ആൻസർ എന്ന് പറയുന്നത് 7.5 ഡിഗ്രിയാണ്. ഇനി ഒറ്റയാനെ കണ്ടെത്താനാണെങ്കിൽ ഇവിടെ എന്ന് പറയുന്നത് 625 529 324 എല്ലാം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. അത് 25ൻ്റെ സ്ക്വയർ ആണ് 625, 23ൻ്റെ സ്ക്വയർ ആണ് 529, 18ൻ്റെ സ്ക്വയർ ആണ് 324. അപ്പോൾ ഒറ്റയാന്ന് പറയുന്നത് 399 ആണ്. ഇനി ഡൽഹിയുടെയും കോഡ് EFMIJ ആണെങ്കിൽ കൊല്ലത്തിൻ്റെ കോഡ് എന്ത്? അപ്പോൾ ഡൽഹിയുടെ കോഡ് എന്ത് തന്നിട്ടുണ്ട്, EFMJ. അപ്പോൾ ഡി എന്ന് പറയുന്നത് അതായത് +1 ഡൽഹിൻ്റെ കൂടെ ഡൽഹിനെ എന്ത് ചെയ്തു, അതിൻ്റെ തൊട്ടടുത്ത ആൽഫബറ്റായിട്ട് മാറ്റുന്നത്. അപ്പോൾ ഡീനെ ഇ ആക്കി മാറ്റി, ഇനെ എഫ് ആക്കി മാറ്റി, LMI HII IJUI. ഇതേ രീതിയിൽ കൊല്ലത്തിനെ മാറ്റുകയാണെങ്കിൽ കെ എന്താവും, എല്ലാവും OP ആവും, LM ആവും, AB ആവും, MN ആവും. അങ്ങനെ ഉത്തരം LPMM ആണ്. LPMM ആൻസർ ബി ആണ്. ഇനി 61 വാട്ട് ഈസ് ദ റൈറ്റ് എൻഡിങ് ഓഫ് ദ സെൻറ്റൻസ് ആണ്. ഇവിടെ ഇഫ് ഐ ഹാഡ് നോൺ യു വർ ഹിയർ, ആൻസർ സി ആണ്, ഐ വുഡ് ഹാവ് മെറ്റ് യു. അതായത് ഈഫിൻ്റെ കൂടെ ഒരു പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ ഇപ്പുറത്ത് എന്തായിരിക്കും, വിൽ ഓർ ക്യാൻ ഓർ മേ +V1 ആയിരിക്കും. ഇനി ഈഫിൻ്റെ കൂടെ പാസ്റ്റ് ആണെങ്കിൽ ഇപ്പുറത്ത് വുഡ് +V1 ആയിരിക്കും. ഇനി ഈഫിൻ്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ് ആകുമ്പോഴെന്താവും, വുഡ് ഹാവ് +V3 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് തന്നത് ഈഫ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് വുഡ് ഹാവ് +V3 വേണം. അപ്പോൾ ആൻസർ സി ആണ് ഉത്തരം. വുഡ് ഹാവ് +V3 വരുന്നത് മീറ്റിൻ്റെ V3 ആണ് മെറ്റ്. അപ്പോൾ ആൻസർ സി. 62 മൈ അങ്കിൾ ഓഫേർഡ് മീ എ ഗിഫ്റ്റ് ക്യാൻ ബി റീറൈറ്റൺ വിത്തൗട്ട് എ ചേഞ്ച് ഇൻ മീനിങ് ആസ്. ഇവിടെ ആക്റ്റീവ് ടു പാസീവിലേക്ക് മാറ്റാനാണ് പറയുന്നത്. അപ്പോൾ മൈ അങ്കിൾ ഓഫേർഡ് മീ എ ഗിഫ്റ്റ്, ഇവിടെ ഗിഫ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എഴുതുകയാണെങ്കിൽ എ ഗിഫ്റ്റ്. പിന്നെ പാസീവിലേക്ക് മാറ്റുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ടെൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ആക്റ്റീവ് സെൻറ്റൻസ് ആയിട്ട് തന്ന സെൻറ്റൻസിൻ്റെ ടെൻസ് ഏതാ അത് നമ്മൾ പാസീവിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നമുക്ക് തന്നത് സിമ്പിൾ പാസ്റ്റിലുള്ള ഒരു സെൻറ്റൻസ് ഓഫേർഡ്. അപ്പോൾ ആ പാസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കണം, വാസ് ഉപയോഗിക്കണം. അപ്പോൾ എ ഗിഫ്റ്റ് വാസ് ഓഫേർഡ് ടു മീ ബൈ മൈ അങ്കിൾ. അതായത് ഒറിജിനൽ സെൻറ്റൻസ് ഈസ് ഇൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ്. വെൻ കൺവേർട്ടിംഗ് ഇൻ ടു പാസീവ് വോയിസ് ദ പാസ്റ്റ് ടെൻസ് മസ്റ്റ് ബി മെയിൻറ്റെയിൻഡ് യൂസിങ് വാസ് ഓഫേർഡ്. 63 വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ്. ആൻസർ എന്ന് പറയുന്നത് സി ആണ്. സ്റ്റേയിങ് സിംഗപ്പൂർ ഫോർ ഐ ഹാവ് സ്റ്റേയിങ് സിംഗപ്പൂർ ഫോർ 10 years. ഇവിടെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഹാവ് കഴിഞ്ഞാൽ എന്ത് വേണം, ഹാവ് കഴിഞ്ഞാൽ അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്, അവിടെ ബീനും കൂടി വേണം.
അപ്പോൾ ഇവിടെ ലാക്സ് ദ ഹെൽപ്പിംഗ് വെർബ് ബീൻ, അതായത് ഹാവ് ബീൻ സ്റ്റേയിങ് ആണ് വേണ്ടത്. അതുപോലെ തന്നെ സ്റ്റേയിങ് ഇൻ സിംഗപ്പൂറാണ് വേണ്ടത്. പ്രപ്പോസിഷൻ ഇന്നും മിസ്സിംഗ് ആണ്. പ്രപ്പോസിഷൻ ഇന്നും മിസ്സിംഗ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ബാക്കി എല്ലാത്തിനും ടൈമിംഗ് വേർഡ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എക്ക് മാത്രം ടൈമിംഗ് വേർഡ് തന്നിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ ടൈമിംഗ് വേർഡ് തന്നിട്ടില്ലെങ്കിൽ ഇഫ് എ സെൻറ്റൻസ് ലാക്സ് എ സ്പെസിഫിക് ടൈമിംഗ് വേർഡ് ഓഫ് ഫ്രേസ് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് കൺസിഡർ ചെയ്യേണ്ടത്. എന്നാൽ പക്ഷെ ടൈമിംഗ് വേർഡ് തരാത്തൊരു സെൻറ്റൻസ് എന്ന് പറയുന്നത് ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു ഫാക്റ്റോ ആണെങ്കിൽ നമ്മളതിനെ സിമ്പിൾ പ്രസൻറ്റിലും കൺസിഡർ ചെയ്യണം. ഇനി വിച്ച് വൺ ഓഫ് ദ അത് കഴിഞ്ഞ് 64 വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡെഫിനേഷൻ മാച്ചസ് വിത്ത് ദ വേർഡ് ഫുഡി ഡഡി. ആൻസർ ചെയ്യാണ് എ പേഴ്സൺ ഹു ഹാസ് ഓൾഡ് ഫാഷൻഡ് ഐഡിയാസ് ആൻഡ് ഹാബിറ്റ്സ് ആണ്. ഫുഡി ഡഡി ഈസ് എ ക്ലാസിക് കൊളോക്കിയൽ ടേം യൂസ്ഡ് എക്സ്പ്ലിസിറ്റ്ലി ടു ഡിസ്ക്രൈബ് സമൺ ഹു ഈസ് fuzzy, conservative and old-fashioned or resistant to modern progress. 65 the idiom hit the nail on the head means ആൻസർ ബി ആണ്. ടു ഡു ഓർ സേ എക്സാക്ട്ലി ദ റൈറ്റ് ആണ്. ചുറ്റികൊണ്ട് അണിയടിക്കുമ്പോൾ അതിൻ്റെ തലയ്ക്ക് തന്നെ കൃത്യമായി കൊടുക്കുക എന്നതിൽ നിന്നാണ് ഈ ശൈലി ഉണ്ടായത്. ഒരു കാര്യത്തിൽ യഥാർത്ഥ കാരണം കണ്ടെത്തുക അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഒരു കാര്യം കൃത്യസമയത്ത് പറയുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം, ഹിറ്റ് ദ നെയിൽ. ഇനി 66 മിസ്റ്റർ രാജു ആസ്ക്ഡ് ഹിസ് ബ്രദർ ഹു ആർ യുവർ ഗസ്റ്റ്. ഇവിടെ എന്ന് പറയുന്നത് ആൻസർ സി ആണ്. മിസ്റ്റർ രാജു ആസ്ക്ഡ് ഹിസ് ബ്രദർ ഹു ഈസ് ഹിസ് ഗസ്റ്റ് വേർ. ഇവിടെ എന്ന് വെച്ചാൽ ദാറ്റ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ ഹു, വാട്ട്, വേർ തുടങ്ങിയ ചോദ്യശരങ്ങൾ വരുമ്പോൾ അതിന് മുന്നിൽ ദാറ്റ് ചേർക്കാൻ പാടില്ല. അപ്പോൾ എയും ഡിയും എന്താണ്, തെറ്റാണ്. രണ്ടിലും ദാറ്റ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ചോദ്യചിഹ്നം ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനൊരു സാധാരണ വാക്യമാക്കണം. അപ്പോൾ ചോദ്യത്തിൽ ക്രിയ ആദ്യം വരും, എന്നാൽ ഇൻഡയറക്റ്റ് ആകുമ്പോൾ കർത്താവ് സബ്ജക്റ്റ് ആദ്യം വരണം. അപ്പോൾ ഹിസ് ഗസ്റ്റ് വേർ എന്ന് പറഞ്ഞ് വരണം. ചോദ്യരൂപം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് വേണമെന്ന് വെച്ചാൽ കർത്താവ് വരണം. ഇനി 67 വൺ ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് മിസ്പെൽറ്റ് ഐഡൻറ്റിഫൈ ദ കറക്റ്റ് വേർഡ്. അത് നോക്ടൂണലിൻ്റെ സ്പെല്ലിങ് NOCTURNAL ആണ്. NOCTURNAL ആണ്. നോക്ടൂണലിൻ്റെ അർത്ഥം രാത്രികാലങ്ങളിൽ സജീവമാകുന്ന ജീവി അല്ലെങ്കിൽ രാത്രിയുമായി ബന്ധപ്പെട്ടതാണ്. എക്സാമ്പിൾ മൂങ്ങ എന്ന് പറയുന്നത് ഒരു നോക്ടൂണൽ പറവയാണ്. എന്നാൽ ബാക്കി വേർഡുകൾ നോക്കുകയാണെങ്കിൽ സ്ക്വീമിഷ് എന്ന് വെച്ചാൽ എളുപ്പം അറപ്പ് തോന്നുന്നതാണ്. മനം പുരട്ടുന്ന അല്ലെങ്കിൽ എളുപ്പം മറപ്പ് തോന്നുന്നതിനെ നമ്മൾ സ്ക്വീമിഷ് എന്ന് പറയും. ഇനി സബാൾട്ടൺ എന്ന് വെച്ചാൽ താഴേക്കിടയിലെ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ കീഴ് ഉദ്യോഗസ്ഥൻ. ദെൻ ഹോണോറിഫിക് എന്ന് വെച്ചാൽ ബഹുമാന സൂചകം. ഇനി അന്റോണിയം ഓഫ് റെപ്യൂഡിയേറ്റിൻ്റെ അന്റോണിയം എന്ന് വെച്ചാൽ ആക്സെപ്റ്റ് ആണ്. അതായത് റെപ്യൂഡിയേറ്റ് മീൻസ് റിജക്റ്റ്, ഡിസോൺ അല്ലെങ്കിൽ റെഫ്യൂസ് ടു ആക്സെപ്റ്റ് സംതിങ് ആണ്. അത് റിജക്റ്റാണ് അതിൻ്റെ റെപ്യൂഡിയേറ്റിൻ്റെ മീനിങ്. അപ്പോൾ അതിൻ്റെ ആൻറ്റോണിയം എന്ന് പറയുന്നത് എന്തായിരിക്കും, ആക്സെപ്റ്റ് ആയിരിക്കും. ഇനി റെപ്പുഗ്നൻ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു അഡ്ജക്റ്റീവാണ്. അതിൻ്റെ മീനിങ് എന്താ, എക്സ്ട്രീംലി ഡിസ്റ്റേറ്റ്ഫുൾ ഓർ അൺആക്സെപ്റ്റബിൾ. 69 വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ഫോറിൻ വേർഡ് സൈൻഡ് ഐ. ആൻസർ ചെയ്യാണ് ഫോർ ആൻ ഇൻഡെഫിനിറ്റ് പീരീഡ്. കൃത്യമായ ഒരു ദിവസം നിശ്ചയിക്കാതെ അല്ലെങ്കിൽ അനിശ്ചിത കാലത്തേക്ക് എന്നതാണ് സൈൻഡ് ഐ മീനിങ്. ദ ഫർണിച്ചർ ഡാഷ് ബ്രോട്ട് ഫ്രം ഇറ്റലി. ഇവിടെ ഫർണിച്ചർ എന്നത് ഒരു അൺകൗണ്ടബിൾ നൗണാണ്, അതായത് എണ്ണാൻ കഴിയാത്തതാണ്. അപ്പോൾ ഇത്തരം നാമങ്ങളിൽ നമ്മളെപ്പോഴും ഏകവചന ക്രിയ ഉപയോഗിക്കുക. അപ്പോൾ ആൻസർ ഇവിടെ ഏകവചനമായിട്ട് അല്ലെ സിംഗുലർ വേർബ് എന്ന് പറയുന്നത് ആൻസർ സി ആണ്. വാസ് മാത്രമേ ഉള്ളൂ. 71 ശീകരം എന്ന വാക്കിന് സമാനമായ വാക്യം എന്ന് പറയുന്നത് ജലഗണമാണ്. ശീകരം, ജലഗണം. അമ്പ് എന്നതിൻ്റെ പര്യായങ്ങൾ വിശുകം, വിഷു, ശരം, അചിരം, മുറ്റമാണ്. അണിയത്തിൻ്റെ വിപരീതം അമരമാണ്. പിന്നെ 74 ശരിയായ പദങ്ങൾ എന്ന് പറയുന്നത് 1, 2, 4, 3 തെറ്റുമാണ്. കൃത്യനിഷ്ഠ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എഴുതുക, മറ്റേ ടായാണ്, പപ്പടം പോത്ത ടാ. ഇനി കൂപമണ്ടുക എന്ന് പറയുന്നത് കിണറ്റിലെ തവള അല്ലെങ്കിൽ ലോകവിവരം ഇല്ലാത്തവൻ. ആചാനുബാഹു കൈകൾ കാൽമുട്ടു വരെ നീളമുള്ളവൻ. തപസ്സി എന്ന് പറയുന്നത് തപസ് ചെയ്യുന്നവൻ. ഇനി 75 തപശ്ചര്യ പിരിച്ചെഴുതുക. ആൻസർ ഡി ആണ്, തപസ് പ്ലസ് ചര്യയാണ്. 76 ഓരോ ഇതിൽ ഡി ആണ് ആൻസർ. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തിട്ട് പശ്ചാത്തപിക്കുന്നതിൽ കാര്യമില്ല. ആദ്യത്തെ തെറ്റ് കാരണം ഹൃദയപൂർവ്വത്തിന് വാക്ക് ഇരട്ടിപ്പ് വേണ്ട. ബി കാലാവധി കഴിഞ്ഞാൽ ഉത്തരക്കാട് ക്ലാസ് വീണ്ടും പുനഃപരിശോധിക്കേണ്ട. വീണ്ടും പുനഃപരിശോധന 2 റിപ്പീറ്റാണ് മീനിങ്. പിന്നെ സി അപേക്ഷകൻ അവരവരുടെ സ്വന്തം കൈപ്പടയിൽ എഴുതി അയക്കണം. അത് സ്വന്തം, അവരവരുടെ സ്വന്തം, അവിടെയും റിപ്പീറ്റേഷൻ ഉണ്ട്. 77 സ്ട്രൈക്ക് ബ്രേക്കർ എന്നതിന് സമാനമായ മലയാള പദം. ആൻസർ ബി ആണ്, കരിങ്കാലി. സമരത്തോട് സഹകരിക്കാതെ മാനേജ്മെൻറ്റിൻ്റെ ഒത്താശ ചെയ്യുകയോ രഹസ്യമായി ജോലി ചെയ്യുകയോ ചെയ്ത് സമരത്തെ തകർക്കാൻ ശ്രമിക്കുന്ന
വരെയാണ് നമ്മൾ കരിങ്കാലി എന്ന് പറയുക. സ്ട്രൈറ്റ് ബേക്ക്. 78 മൂസത് എന്ന വാക്കിലെ സ്ത്രീലിംഗ രൂപം. ആൻസർ എ ആണ് മനയമ്മ. 79 നന്ദികേട് കാണിക്കുന്ന എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? ആൻസർ ബി ഉണ്ടച്ചോറ്റിൽ കല്ലിടുക. 80 ഇ പ്ലസ് തരം. ഇത് പിരിച്ചെഴുതിയാൽ നമുക്ക് ഇത്തരം കിട്ടും. ഇനി ഇവിടെ നമുക്ക് ഇലയിട്ട് ചവിട്ടുകയുണ്ട്. ഇലയിട്ട് ചവിട്ടുക എന്ന് വെച്ചാൽ ഒരാളെ ബഹുമാനത്തോടെ ഇലയിട്ട് ഇരുത്തിയ ശേഷം അപമാനിക്കുകയാണ്. അതായത് വലിയ ഉപകാരം ചെയ്ത ആളെ നമ്മൾ ദ്രോഹിക്കുന്നു. ഊഴിയം നടത്തുക പണ്ട് കാലത്ത് രാജാക്കന്മാർ രമ്യമാർക്കോ വേണ്ടി സാധാരണ ജനം യാതൊരു പ്രതിഫലവും വാങ്ങാതെ നിർബന്ധിതമായി ചെയ്തു കൊടുത്ത അടിമപ്പണിയാണ് ഊഴിയം വേല. ഇനി 81 ഭാരതീയ ന്യായ സംഹിതയിൽ എത്ര അധ്യായം? ആൻസർ ബി ആണ് 20 അധ്യായം. ഭാരതീയ ന്യായ സംഹിതയിൽ സംഘടിത കുറ്റം എന്നതിനെ പ്രതിപാദിക്കുന്ന വകുപ്പ്? ആൻസർ ഡി ആണ് സെക്ഷൻ 111. 83 ഭാരതീയ ന്യായ സംഹിതയിൽ ചെറിയ കുറ്റങ്ങൾക്ക് തടവ് ശിക്ഷയ്ക്ക് പകരം ഉൾപ്പെടുത്തിയ ശിക്ഷയാണ്? ആൻസർ സി കമ്മ്യൂണിറ്റി സേവനം. 84 ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പ്രകാരം കോഗ്നൈസബിൾ ഒഫൻസ് എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ ആൻസർ എ ആണ് കോടതി ഉത്തരവില്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറ്റം. 85 ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പ്രകാരം മുൻകൂർ ജാമ്യത്തിനുള്ള അപേക്ഷ ഏത് കോടതിയിലാണ് നൽകേണ്ടത്? ആൻസർ ഡി സെക്ഷൻ കോടതിയിൽ. 86 ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പ്രകാരം പരാതി നൽകേണ്ടത് ആർക്ക്? ആൻസർ എ മജിസ്ട്രേറ്റ്. 87 ഭാരതീയ സാക്ഷി അധിനിയം 2003 എത്ര വകുപ്പുകൾ? 170. 88 ഭാരതീയ സാക്ഷി അധിനിയം വകുപ്പ് 39 എന്തിനെയാണ് പ്രതിപാദിക്കുന്നത്? ആൻസർ സി വിദഗ്ധരുടെ അഭിപ്രായം. മരണമൊഴിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന PSAയുടെ വകുപ്പ്? ആൻസർ എ ആണ് 26. 2011 പോലീസ് ആക്ട് വകുപ്പ് 29 പ്രതിപാദിക്കുന്ന വിഷയം? ആൻസർ ഡി ഉദ്യോഗസ്ഥരുടെ പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം. 91 പോലീസ് പിടിച്ചെടുത്ത വസ്തുക്കളുടെ സൂക്ഷിപ്പും നിർമ്മാർജ്ജനവും പ്രതിപാദിക്കുന്ന 2011 പോലീസ് ആക്ട് വകുപ്പ്? ആൻസർ എ ആണ് വകുപ്പ് 55. 92 കേരള പോലീസ് ആക്ട് 118A പ്രകാരം പൊതുസ്ഥലത്ത് മദ്യപിച്ച് അക്രമം പ്രശ്നം ഉണ്ടാക്കുന്നവർക്ക് ലഭിക്കുന്ന പിഴ എന്ന് പറയുന്നത്? ആൻസർ എ ആണ് 3 വർഷം തടവും 10,000 രൂപ പിഴയും. 93 NDPS നിയമപ്രകാരം ആവർത്തിച്ചിട്ടുള്ള കുറ്റവാളികൾക്ക് ബാധകമായത് ഏത്? ആൻസർ ഡി ആണ് മുകളിൽ പറഞ്ഞവയൊക്കെ. വർദ്ധിത ശിക്ഷ, കർശന ശിക്ഷാ നടപടി, കൂടുതൽ ഗുരുതര ശിക്ഷ. 94 വിവര സാങ്കേതിക നിയമപ്രകാരം മറ്റൊരാളുടെ പാസ്വേഡ് ദുരുപയോഗം ചെയ്യുന്നത് എന്തായി കണക്കാക്കുന്ന? ആൻസർ ഡി ആണ് ഐഡന്റിറ്റി തട്ടിപ്പ്. 95 NDPS നിയമപ്രകാരം കുറ്റം ചെയ്യാനുള്ള ശ്രമം ശിക്ഷാർഹമാവുന്ന വകുപ്പ് ഏത്? ആൻസർ സി ആണ് വകുപ്പ് 28. 96 വിവരസാങ്കേതിക നിയമപ്രകാരം കുട്ടികളുടെ ഓൺലൈൻ ലൈംഗിക ചൂഷണം തടയുന്നതിനുള്ള വകുപ്പ് ഏത്? ആൻസർ ഡി ആണ് വകുപ്പ് 67B ആണ്. ഇതിൽ നമുക്ക് 66C തന്നിട്ടുണ്ട്. ഐഡന്റിറ്റി തെഫ്റ്റ് ആണ്. അതായത് 66C എന്ന് പറയുന്നത് എന്താ? ഐഡന്റിറ്റി തെഫ്റ്റ് 66C. അതായത് ഐഡന്റിറ്റി കോപ്പി ചെയ്യുന്നവർ, വേറൊരാൾ ഡിജിറ്റൽ ഒപ്പ് അല്ലെങ്കിൽ പാസ്വേഡ് മോഷ്ടിക്കുന്നത് പോലുള്ള തിരിച്ചറിയൽ വിവരം ദുരുപയോഗം ചെയ്യുന്നതാണ് 66C ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. 66E എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ സ്വകാര്യത ലംഘിച്ചുകൊണ്ട് അവരുടെ സമ്മതമില്ലാതെ ശരീരഭാഗങ്ങളുടെ ചിത്രം പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത്. അതായത് 66E എന്ന് പറയുന്നത് സ്വകാര്യത ലംഘനം, 66C ഐഡന്റിറ്റി തെഫ്റ്റ്, 67A എന്ന് പറയുന്നത് മുതിർന്നവരുടെ ലൈംഗിക ദൃശ്യം ഡിജിറ്റലായി പ്രചരിപ്പിക്കുന്നതാണ് 67A. ഇനി കുട്ടികളുടെ ആണെങ്കിൽ 67B. 97 പോക്സോ നിയമത്തിലെ വകുപ്പ് 16 പ്രകാരം കുറ്റകൃത്യത്തിന് പ്രേരണ നൽകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് ബി ആണ്. ഒരു കുറ്റകൃത്യം ചെയ്യാൻ, അതായത് വകുപ്പ് 16 പ്രകാരം ഒരു കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ ഗൂഢാലോചന നടത്തുകയോ ബോധപൂർവം സഹായിക്കുകയോ ചെയ്യുന്നത് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി വകുപ്പ് 16 പ്രകാരം കുറ്റകൃത്യം നേരിട്ട് ചെയ്യുന്നവർക്ക് മാത്രമല്ല അതിനെ പ്രേരിപ്പിക്കുന്നവർക്കും വകുപ്പ് 16 ബാധകമാണ്. ഇനി വകുപ്പ് 17 പ്രകാരം ഈ നിയമപ്രകാരം പ്രേരണ നൽകുന്ന വ്യക്തിക്കും കുറ്റം ചെയ്ത വ്യക്തിക്കും തുല്യമായ ശിക്ഷയാണ്. കുറ്റം ചെയ്ത വ്യക്തിക്കും തുല്യ ശിക്ഷ. കുറ്റകൃത്യം പൂർണ്ണമായി നടന്നില്ലെങ്കിൽ പോലും കുറ്റകൃത്യത്തിനായുള്ള പ്രേരണയ്ക്കോ ഗൂഢാലോചനയ്ക്കോ കുറ്റം നിലനിൽക്കും. 98 പോക്സോ നിയമപ്രകാരം കുട്ടിയുടെ രഹസ്യത്വം ലംഘിക്കുന്നത് ഉൾപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചാൽ മുകൾ പറഞ്ഞ ഒക്കെയാണ്. അത് കുട്ടിയുടെ പേര് പ്രസിദ്ധീകരിക്കുക, ഫോട്ടോ പ്രസിദ്ധീകരിക്കൽ, വിലാസം പ്രസിദ്ധീകരിക്കലൊക്കെ കുട്ടിയുടെ രഹസ്യത്വം ലംഘിക്കലാണ്. ഇനി 99 വിവരം എന്ന പദത്തിൻ്റെ നിർവചനത്തിൽ താഴെ പറയുന്നവയിൽ ഏവ ഉൾപ്പെടുന്നു? ആൻസർ ഡി ആണ് മുകളിൽ പറഞ്ഞവയൊക്കെ. അതായത് രേഖപ്പെടും, ഇലക്ട്രോണിക് രേഖപ്പെടും, ഇമെയിൽ പെടും. വിവരാവകാശ നിയമം 2005 റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് സെക്ഷൻ 2F പ്രകാരം വിവരം എന്ന പദത്തിൽ ഏതൊരു രൂപത്തിലുള്ള രേഖകളും ഡോക്യുമെൻറ്റ്സ്, ഇമെയിലുകൾ, ഇലക്ട്രോണിക് രേഖകൾ, അഭിപ്രായം, ഉപദേശം, പ്രസ് റിലീസ്, സർക്കുലർ, ഉത്തരവ് തുടങ്ങിയവയെല്ലാം ഉൾപ്പെടും. ഇനി വിവരാവകാശ നിയമപ്രകാരം മൂന്നാം കക്ഷി വിവരം സംബന്ധിച്ച
ആവശ്യമായ നടപടി ആൻസർ എ ആണ്. മൂന്നാം കക്ഷിയെ ആലോചിക്കുക. അതായത് വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 11 പ്രകാരം ഒരു അപേക്ഷകൻ ആവശ്യപ്പെടുന്ന വിവരം ഒരു മൂന്നാം കക്ഷി പാർട്ടിയുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ അവർ രഹസ്യമായി നൽകിയതോ ആണെങ്കിൽ അത് വെളിപ്പെടുത്തുന്നതിന് മുൻപായി ബന്ധപ്പെട്ട കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആ മൂന്നാം കക്ഷിക്ക് നോട്ടീസ് നൽകി അവരുടെ അഭിപ്രായം ആലോചിക്കേണ്ടതുണ്ട്. മൂന്നാം കക്ഷിയുടെ ഭാഗം കേട്ട ശേഷമേ വിവരം നൽകണമോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാൻ പാടുള്ളൂ. അതിനാൽ വിവരങ്ങൾ ഉടൻ വെളിപ്പെടുത്താനോ കോടതിയെ സമീപിക്കാനോ അപേക്ഷ നേരിട്ട് തള്ളിക്കളയാനോ നിയമപ്രകാരം സാധിക്കില്ല. ആൻസർ എ. താങ്ക് യു.